നമസ്കാരം. SCV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. ചലച്ചിത്രം എന്ന സംഗീതം പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് യുവ സംവിധായകനും ഛായാഗ്രാഹകനുമായ ശ്രീ അരുൺ രാജ്. സ്വാഗതം. ശരിക്കും ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൻ്റെ കയ്പുനീരുകൾ കുടിച്ച് അല്ലേ ഇപ്പോൾ പുതിയ വഴിവെട്ടി വന്ന ശ്രീ അരുൺ രാജ് അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബാല്യത്തിൽ സഹിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇതാ മുഖ്യധാരയിലെത്തി നിൽക്കുന്നു. മികച്ച സംവിധായകൻ, ക്യാമറാമാൻ. 2024 എന്താണ് യുവജന അവാർഡ് അല്ലേ, യൂത്ത് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. പിന്നെ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2 സിനിമകൾ പ്രവർത്തിച്ചു. ഇതാ മൂന്നാമത്തൊരു സിനിമ അല്ലേ അണിയറയിലാണ്. എന്തു തോന്നുന്നു ഈ ഹ്രസ്വ കാലയളവിലെ നേട്ടത്തെക്കുറിച്ച്? കയ്പുനീരിൽ നിന്നും വിജയത്തിലേക്ക് സ്വപ്നമാണോന്ന് അറിയില്ല, അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം സാർ ആദ്യം പറഞ്ഞിട്ട് തന്നെ കയ്പുനീര് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി നമ്മളെടുത്ത ആ ഒരു യാത്രയിലെ ദൗത്യം, എല്ലാവരും പറയുന്നൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. അപ്പം അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നല്ലൊരു ജോലി കിട്ടി ആ ജോലി നമ്മൾ ഉപേക്ഷിച്ചിട്ട് എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകിൽ ഞാൻ സഞ്ചരിച്ചു. അപ്പം അന്ന് നേരിടേണ്ട കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് ജോലിയായിരുന്നു ആദ്യം? അത് കോസ്റ്റ് ഗാർഡിലായിരുന്നു ജോലി. അത് കോളേജ് പഠിക്കുന്ന സമയത്ത് കോസ്റ്റ് ഗാർഡിൽ ജോലി കിട്ടിയായിരുന്നു. ജോലി കിട്ടിയപ്പം പക്ഷെ അത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നി. അപ്പം അന്ന് കലാപരമായിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് ക്യാമറയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ ക്യാമറകളോട് ലൈറ്റുകളോടൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കല്യാണ വീഡിയോസിൻ്റെ കൂടെയൊക്കെ ആൾക്കാരുടെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടുമ്പുറമല്ലേ, അപ്പം അമ്മയോടൊക്കെ ക്യാമറ ഓടിക്കണമെന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചു വിടും. അപ്പം ഇതെങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ള രീതി ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്കും ജോലിക്ക് ശ്രമിച്ച് അങ്ങനെ ഒരു ജോലി കിട്ടി. പക്ഷെ അവിടെ ചെന്നപ്പോഴും നമ്മുടെ ഈ സ്വപ്നം നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ഒളിച്ചോടി ഇങ്ങനെ വന്നു. അപ്പം നാട്ടിൽ വന്നപ്പം പഴയ കൂട്ടുകാരും പഴയ ആൾക്കാരും ഒക്കെ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യാത്ത രീതിയായി. അപ്പം നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും നാട്ടിലൊക്കെ ഇല്ലാതാക്കി വന്നപ്പോഴത്തേക്കും പക്ഷെ നാട്ടിലൊക്കെ പറയുന്നത് നമ്മൾ വേറെ കണ്ടൊക്കെ പോയതാണ് എന്നുള്ള രീതിയിലാണൊക്കെ പ്രചരിച്ചത്. അങ്ങനെ വന്നു. പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പിന്നെ വീണ്ടും നാട് വിട്ടു. ഒരു 1.5 വർഷം ട്രെയിൻ ടു ട്രെയിൻ യാത്ര. വീട്ടിൽ കയറാതെ ട്രെയിനിൽ മാത്രം യാത്ര ചെയ്തു. അങ്ങനെ ഒരു 3 വർഷം 4 വർഷം ഞാൻ വീട്ടിൽ കയറാതെ പല ജോലികളും ചെയ്ത് അങ്ങനെ ഇങ്ങനെ നടന്നാൽ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത വന്നപ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ പണിയെടുത്തു. അവിടുന്ന് കിട്ടിയ സൗഹൃദം വഴി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പറ്റി. അങ്ങനെ സിനിമയിലെത്തിപ്പെട്ടു. അത് കൊച്ചി തന്നെയായിരുന്നു. കൊച്ചി തന്നെ. എങ്ങനെയാണ് ആ ഒരു അവസരം? ഇപ്പം സിമ്പിളായിട്ട് ഇത് പറഞ്ഞു, പക്ഷെ എങ്ങനെയാണ് ആ ഒരു അവസരം നമ്മൾ തേടിയെത്തുന്നത് പഠിക്കാനായിട്ട്? അത് ഞാൻ മാഡം അതിനകത്തിൽ അത് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ കുറേ യാത്രകൾ ചെയ്തു. യാത്രകൾ മീൻസ് അത് വെറുതെ കാരണം അതെല്ലാം പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പേര് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 2024 ഫ്ലവേഴ്സിനകത്ത് 1 കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായിരുന്നു. അപ്പം അന്ന് ശ്രീകണ്ഠൻ നായർ ഷോ കഴിഞ്ഞപ്പോഴും പുള്ളി ചോദിച്ചു, ഒരു മാജിക്കാണല്ലോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നതും യാത്ര എല്ലാം ഇരിക്കുന്നതും പോലും ട്രെയിനിൽ മാത്രമായിരുന്നു. കാരണം പല സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ ഇവിടുന്ന് രാവിലെ ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാത്രി ഒന്നുമില്ല. അത് തന്നെ സാർ ചോദിക്കുകയും ചെയ്തു. കാരണം അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടിയാണ്, നമ്മൾ യാത്ര ചെയ്യുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ ബംഗാളികളായിരിക്കും കാരണം യാത്ര ചെയ്ത്. അവർക്ക് ചെക്കിങ് ഒരു വിഷയമല്ല. അപ്പോൾ അവരെ കൂടി ഇരുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കളർ അതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ വന്ന് ചോദിക്കത്തില്ല. അപ്പം അങ്ങനെ ആ ചെക്കിങ് ഒന്നും നമുക്കെതിരായിട്ട് ബന്ധപ്പെട്ടില്ല. പിന്നെ ഈ പല സ്റ്റേഷനിൽ കിടക്കുമ്പം വന്നിട്ട് ഈ ചെക്ക് മറ്റേ റെയിൽവേ സ്റ്റേഷനിലെ പോലീസുകാർ വന്നിട്ട് അടിച്ചു ഓടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം നോക്കുമ്പോൾ ചിരി വരും. പക്ഷെ അന്ന് നമ്മളത് ഓർക്കുമ്പം ഭയങ്കര
ഒരു ശരിക്കും അങ്ങനെ അതെ പഠിക്കാനൊരു അവസരം കിട്ടി. അതിനുശേഷം വെച്ചിട്ട് പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെ അതിലേക്ക് പിന്നെ അവിടുന്ന് നമ്മൾ സിനിമാറ്റോഗ്രാഫി പഠിച്ചു. കാരണം എൻ്റെ ആഗ്രഹം ഇന്നതാണെന്ന് ഞാൻ ആ ഒരു വഴിപാടെ പറഞ്ഞത്. ഞാൻ വിശന്നിട്ട് ഒരു ഹോട്ടലിൽ ചെന്ന് പണി ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം അന്ന് ആ ഹോട്ടലുകാർ എന്നെ ഓടിച്ചു വിട്ടു. കാരണം എൻ്റെ വേഷവും, കാരണം അന്ന് ഞാൻ പറയില്ല 6-7 വർഷം നമ്മൾ വീട്ടിൽ കയറാതെ ഉടുത്ത് മാറാൻ തുണിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനോ അല്ലെങ്കിൽ വേറെ എന്ത് ഭിക്ഷക്കാരനോ എന്താ അവർ ചിന്തിച്ചു പോകുന്നതിന് കുഴപ്പമില്ല. കാരണം ഒരു ഹോട്ടലാണ്, അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമ്മളതിൻ്റെ വിയർപ്പിൻ്റെ നാറ്റം എല്ലാം കൂടെ ചെന്നപ്പോൾ അവർ നമ്മളെ ഓടിച്ചു വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ജോലി വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് ചോദിച്ചു. അപ്പം അവരൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നത് ഒരാൾ കുടിച്ച ഗ്ലാസ്സിനകത്ത് എനിക്ക്, അതായത് ഡെസ് പ്ലസ് ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്തിൽ ഒരാൾ കുടിച്ച് ഉപേക്ഷിച്ച ഗ്ലാസ്സിനകത്ത് എനിക്ക് വെള്ളം കൊണ്ടുവന്നത്. അത് ഞാൻ കുടിക്കുകയും എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. ആ കട അടയ്ക്കുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴും ആ ഓണർ ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നത്, പോകാനില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എനിക്ക് എന്തെങ്കിലും ജോലി തരാമെന്ന് ചോദിച്ചു. പിന്നെ അവിടെ പ്ലേറ്റ് കഴുകുന്ന എന്നെ അകത്തൂടെ കയറ്റാതെ എന്നെ വെളിയിൽ കൂടെ കയറ്റിക്കൊണ്ട് പോയി അവിടെ ബംഗാളികൾ ഉപയോഗിച്ച ടീഷർട്ടും ഒരു കയ്യിലും തന്നിട്ട് പാത്രം കഴുകുന്ന ജോലി തന്നു. പിന്നെ അവിടെ ഇന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം ഇന്നതാണ്, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓരോ പ്രൊമോഷൻ തരുന്നു വിട്ടേ. പ്ലേറ്റ് കഴുകുന്നിടത്ത് നിന്നും കിച്ചണിലോട്ടായി, അവിടുന്ന് നേരെ സർവീസിലോട്ടായി, പിന്നെ അവിടുത്തെ ബില്ലറായി. പിന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ എനിക്കൊരു പ്രത്യേകത അവിടുത്തെ ഇപ്പോഴും എനിക്ക് മുതലാളിയോട് എനിക്ക് താങ്ക്സ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി തൊട്ട് 3 മണി വരെ എനിക്ക് ഡ്യൂട്ടി ആക്കി തന്നു. 3 മണി കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി തന്നു. ആ ടൈമിൽ ഞാൻ ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചു. പിന്നെ അങ്ങനെ നമുക്ക് അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്, അത് എറണാകുളമാണ്. ഈ രാത്രി ഈ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ഫ്ലൈറ്റൊക്കെ ഒന്ന് കഴുകി അതാരും ഒന്നും എന്തെങ്കിലും കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാനിത് കൂട്ടൊക്കെ ഒന്ന് കൊടുത്ത് അവരായിട്ട് നല്ല കമ്പനിയായി. അതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ, പേര് പറയാം, എനിക്ക് അഭിമാനമേ ഉള്ളൂ, വിനോദ് പറവൂർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോളർ മുഖേന എനിക്ക് സിനിമ പഠിക്കാൻ പറ്റി. സിനിമക്കാരായിട്ട് ബന്ധമായി. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. ആ ഒരു ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ പടം ചെയ്യാൻ ഒരവസരം കിട്ടി. ശരിക്കും നമ്മൾ ഈ ചരിത്രം ആവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ അരുൺരാജിൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് പണ്ടൊരു സിനിമാ സ്നേഹവും ഇങ്ങനെ മൂപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ പൈസയില്ലാതെ ഒരു മനുഷ്യൻ അവിടെ തൊട്ടടുത്ത് കിടന്ന പിന്നെ ന്യൂസ് പേപ്പറിൽ ഒരു രാത്രി മുഴുവൻ കിടക്കുകയും ഈ പറഞ്ഞ പോലീസുകാരൻ വന്ന് തട്ടി വിളിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഒരു 3 വർഷത്തിന് ശേഷം മലയാളി അദ്ദേഹത്തെ വിളിച്ചൊരു പേരുണ്ട്, ആ പേരാണ് ലോഹിതദാസ്. ഇങ്ങനെയുള്ള പിന്നീട് വലിയ എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ലോഹിതദാസിൻ്റെ ചവിട്ടുപടികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതാണ് ഈ ചരിത്രം ആവർത്തിക്കുമെന്ന് പറയുന്നത്. അതുപോലെ അരുൺരാജിനെ സംബന്ധിച്ചിടത്തോളം മലയാള ചലച്ചിത്രത്തിൽ 2 സിനിമകൾ, അത് ഒന്ന് പൊന്മുട്ടയിടുന്ന താറാവ്, മറ്റൊന്ന് ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ്. ഇതിന് എഡ്വിൻ്റെ ഒരു സിനിമ, എഡ്വിൻ്റെ നാമം ആയിട്ട് ബന്ധമുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ആദ്യം പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. മറ്റേ സിനിമയുടെ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറിവ് അല്ല, ക്രിസ്തുവിൻ്റെ ഒന്നാം തിരുമുറിവായിരുന്നു. ഇത് രണ്ടും മാറ്റണമെന്ന് പറഞ്ഞു. ഇനി എഡ്വിൻ്റെ നാമത്തിൽ പറയും. എഡ്വിൻ്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമയായിരുന്നു. 2023 പടം റിലീസായത്. അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരമായിട്ട് ഉള്ളൊരു പടമാണ്. അത് മതത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നതല്ല, പക്ഷേ ഇപ്പോഴും അത് ഏത് മതമായിക്കോട്ടെ മതത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെയാണ് ആ സിനിമ തുറന്നു കാട്ടിക്കുന്നത്. അത് മതത്തിൽ നടക്കുക എന്ന് പറയുന്നത് അവരുടെ ആരാധനയിൽ നടക്കുകയാണോ അല്ലെങ്കിൽ അല്ല, മതത്തിനുള്ളിലാണ്. മതത്തിനുള്ളിൽ പറഞ്ഞാൽ അവരുടെ ആ മതവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ ആ മതം വെച്ചുകൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പറഞ്ഞ ഒരു കഥയാണ്. കാരണം പടം കണ്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ ചെയ്യാൻ കാണിച്ച തൻ്റെ ഇടത്തെയാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്തത്. കാരണം ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ വരില്ല എന്ന് പറഞ്ഞതാണ്. കാരണം സെൻസർ ബോഡിയിൽ നിന്ന് വരെ നമുക്ക് അതിനുള്ള സാങ്ഷൻ വരെ കിട്ടിയിട്ടില്ല. കാരണം എ സർട്ടിഫിക്കറ്റാണ് ആ സിനിമയ്ക്ക് ബേസിക് കിട്ടിയത്. പക്ഷേ അതിനതിൽ ആ എ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട സാധനം അറിയാമല്ലോ. കാരണം ഒരിക്കലും ഒരു പടം എ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിനുള്ള വാക്കുകളോ അല്ലെങ്കിൽ അതിനുള്ള സീനോ ഒക്കെ ഉണ്ടാകണം. പക്ഷേ അതിനുള്ള ഒന്നുമില്ല. കാരണം അത് OTT-യിൽ ഇപ്പോൾ പടമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവർ ആ പടത്തിന് നമുക്ക് എ സർട്ടിഫിക്കറ്റ് തന്നു.
പടം ആദ്യമേ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തത് അത് അവർ പിന്മാറുകയും രണ്ടാമത് വാർത്താ ചാനലുകളിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയപ്പോൾ വേറൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നാണ് അതിൻ്റെ സിനിമ റിലീസ് ചെയ്തത്. അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യമേ അതിൻ്റെ പടത്തിൻ്റെ പേര് തന്നെ മാറ്റണമെന്നാണ് ആദ്യമേ അവർ പറയാൻ കാരണം. കാരണം ആദ്യമേ അതിൻ്റെ പേര് കുരിശ് എന്നായിരുന്നു. കുരിശ്. അതിനേക്കാളും വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന സീനെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. കാരണം 1:45 സിനിമകൾ 1.5 മണിക്കൂറായി അവർ ചുരുക്കുകയും അപ്പോൾ അങ്ങനെ കുറേ പ്രോസസ്സ് അതിനോട് നടന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സിനിമ തിയേറ്ററിലെത്തിയത്. അതാണ് അത് മതത്തിനുള്ളിൽ നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ചൂഷണം ചെയ്യുന്നതാണ് ആ സിനിമ. ഫർഹാൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അതിനകത്തിലെ പേര് മാറ്റേണ്ടി വന്നത്. എഡ്വിൻ്റെ നാമം എന്നാക്കി. പുതിയ ഒരാൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതും, അതായത് നമുക്ക് ഒത്തിരിയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നുണ്ട്, നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ടോ? ഇപ്പം നടക്കും എന്നെപ്പോലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സാധാ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പം പെട്ടെന്നൊന്നും എത്തിപ്പെടാനുള്ളൊരു പെട്ടെന്നൊരു വഴിയില്ല. കാരണം സിനിമയാണെങ്കിലും ഇതൊരു മായാലോകമാണ്. അവിടെ പണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി കൊടുക്കുന്നത്. പണം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര കലാകാരനാണെങ്കിലും ഇപ്പം നടന്നു വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ സിനിമാക്കാരനാണെങ്കിൽ മക്കൾ സിനിമാക്കാരുടെ ഡയറക്ടർ അല്ലെങ്കിൽ അങ്ങനെ പോവാണ്. സാധാ എന്നെപ്പോലുള്ള യുവാക്കൾ വരുവാണെങ്കിൽ അതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതായിക്കോട്ടെ അവസരങ്ങൾ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടെ കോമ്പറ്റീഷൻ ഫീൽഡാണ്. കാരണം ഒരാൾ പൈസ മുടക്കണമെങ്കിൽ അവരുടെ അത് ഇവിടെ ഞാൻ ജാതിയും മതവും പറയല്ല, ഇതിൻ്റെ ബാക്ക് സ്റ്റോറികളെല്ലാം അവർ ചെക്ക് ചെയ്ത് അവൻ ഇന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവന് അവസരം കൊടുക്കുകയുള്ളൂ. മികച്ച ക്യാമറാമാനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. അത് ആ ഒരു ഫിലിമിനെ കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളും. അത് കോവിഡ് ബേസ് ചെയ്തുള്ളൊരു സിനിമയായിരുന്നു. അതിൻ്റെ പേര് മെമ്മറി ഓഫ് മർഡർ എന്നായിരുന്നു. അത് 9 ഭാഷകളിൽ, അതിൻ്റെ ഡയറക്ഷനും ഞാൻ തന്നെയായിരുന്നു. 9 ഭാഷകളിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഷയും കൂടെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് ഗിന്നസ് റെക്കോർഡിൽ വരെ വന്നേനെ. പക്ഷെ അന്ന് സാമ്പത്തിക സ്ഥിതി നമുക്കത് പറ്റാത്തതുകൊണ്ട് 9 ഭാഷകൾ റിലീസ് ചെയ്തു. അത് മികച്ച ക്യാമറമാനായിട്ട് അതിൻ്റെ ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുത്തു. പിന്നെ മലയാളത്തിൽ തന്നെ അത് ഡയറക്ഷൻ്റെ 2ാം സ്ഥാനം നമുക്ക് കിട്ടി. അങ്ങനെ അതാണ് മികച്ച ക്യാമറമാനായിട്ടുള്ള അവാർഡ് കിട്ടിയ ഒരു ഫിലിം എന്ന് പറഞ്ഞത്. പിന്നെ കലാഭവമണി പുരസ്കാരം അത് ഡയറക്ഷനായിരുന്നു. എഡ്വിൻ്റെ നാമത്തിലാണ് കിട്ടിയത്. പിന്നെ പാണ്ഡിമല അത് ക്യാമറയാണ് ചെയ്തത്. അതിൻ്റെ ആദ്യം ചെയ്ത സിനിമ അതാണ്. വെൽക്കം ടു പാണ്ഡിമല ക്യാമറ ചെയ്തായിരുന്നു. അത് ഉല്ലാസിയേട്ടനാണ് അതിൻ്റെ മെയിൻ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത്. ഒരു പുതിയ സിനിമ എങ്ങനെയാണ്? പുതിയ സിനിമ ഇപ്പം മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം ആണ് നമ്മൾ സിനിമയാക്കാൻ. ഇപ്പം അതിൻ്റെ പ്രാരംഭിക നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. ഇനി ഷൂട്ടിങ്ങിൻ്റെ ആരംഭമാണ്. പേരിട്ടിട്ടുണ്ടോ? പേരിപ്പോൾ അനൗൺസ് ചെയ്യാനില്ല. മഹാത്മാ അയ്യങ്കാളി എന്നാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ്. തിരക്കഥ പ്രദീപ് എന്ന് പറഞ്ഞൊരു. ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവാണ് സാറേ. ശരിക്കും ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഈ കലാമികവൊക്കെ തെളിയിക്കാനുള്ള അവസരം സ്കൂളിലൊക്കെ നമ്മൾ കൂടുതലും എനിക്ക് ഈ സിനിമ അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. എല്ലാം ഈ ടെക്നിക്കൽ പരമായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പം നാടകമാണെങ്കിലും നാടകത്തിൽ ലൈറ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു സാറേ, ലൈറ്റിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ലൈറ്റ് കെട്ടാനും കർട്ടൻ കെട്ടാനും അങ്ങനെയൊക്കെ പോകാൻ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെയാണ് ആഗ്രഹം. പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇതിലൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അരുൺരാജ് തന്നെ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്ന വഴികളൊക്കെ തന്നെ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന കുറേ സമയമുണ്ടല്ലോ. അതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ്, ഒരു ഡ്രീമിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തായാലും നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന വഴികൾ എനിക്ക് തിരിച്ചറിയാമല്ലോ. അങ്ങനെ വഴിയടഞ്ഞ് നിൽക്കുന്നവരെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശ്രമം നടത്തുന്നുണ്ട് സാറേ. ഇപ്പോൾ നമ്മളിപ്പം ഈ സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊരു സ്കൂൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫിലിം സ്കൂള് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ നടപടി തന്നെ നമ്മുടെ പേരിൽ തന്നെയാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. കാരണം അതിനുള്ള കുറച്ച് പേര് നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരിൽ തന്നെ ഒരു സ്കൂള്, ഫിലിം സ്കൂൾ തുടങ്ങാനായിട്ട് 2-3 പേര് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ തന്നെ പറയുന്നത്. നല്ലൊരു സംരംഭമാണ്. അത് തുടങ്ങുന്നെങ്കിൽ എവിടെയായിരിക്കും?
അത് തുടങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിൽ തന്നെ തുടങ്ങാനുള്ള സ്വന്തം പരിപാടിയിലാണ്. നാട്ടിൽ സ്വന്തം നാട്ടിൽ തന്നെ. ഇപ്പോഴും ആദ്യം നേരത്തെ പറഞ്ഞു അത് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം ഞാൻ എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റൂ. ആണ് ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്ക് തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ തന്നെയാണ് കൊടുക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയൊരു സ്വീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിപ്പോൾ നമുക്കിപ്പോൾ നാഷണൽ ഇപ്പോൾ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടിയപ്പം എല്ലായിടത്തും ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ ആയി. ഫസ്റ്റ് പാഠം ഇറങ്ങിയപ്പോഴും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അത് തന്നെ ഏറ്റവും വലിയ വീട്ടിൽ കയറാൻ പോലും കഴിയാതെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് നമ്മൾ വിജയിച്ച് തിരിച്ചു കയറി. കാരണം മേഡം അതിന് ഇതാണ് എൻ്റെ പണ്ട് തോളത്ത് കൈയിട്ട് കൂട്ടുകാർ പോലും നമ്മളെ തിരിച്ചറിയാം. ഞാൻ പറഞ്ഞല്ലോ 3-4 വർഷം വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്കും വീട്ടിൽ നാട്ടുകാർ പറയുന്ന വേർഡുകൾ ഞാൻ കഞ്ചാവ് വിൽക്കാൻ പോയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാനൊരു മുറുക്കാൻ പോലും മുറുക്കാത്ത തന്നെ കഞ്ചാവ് വേറെയൊക്കെ പരിപാടികളൊക്കെ പറഞ്ഞു നടന്നത്. പക്ഷെ ഇപ്പം അവർ പറയുന്നത് അരുൺ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പം, കാരണം അന്ന് എൻ്റെ പെങ്ങളൊരു വട്ടം ഒരു കല്യാണത്തിന് പോയപ്പം അണ്ണാണൻ എന്തേന്ന് ബന്ധുക്കാർ ചോദിച്ചപ്പോഴത്തേക്കും അണ്ണാണൻ ഇവിടെ അവൾ പറയാൻ മടി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല എന്നല്ലോ. അപ്പോൾ അമ്മ വിചാരിക്കുന്നത് ഞാൻ മരിച്ചുപോയെന്ന്, ആൾക്കാർ പറയുന്നത് ഞാൻ മരിച്ചുപോയി, ട്രെയിൻ തട്ടി മരിച്ചുപോയെന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പം അമ്മ പത്രം നോക്കുമായിരുന്നു എൻ്റെ എല്ലാ ദിവസവും. ഒരു കോണ്ടാക്ട് ഇല്ല. അന്ന് പൈസ ഇല്ലല്ലോ മേഡം, നമ്മുടെ കയ്യിൽ ഒരു ഫോൺ മേടിക്കാനോ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനോ അത് അന്ന് തോന്നിയിട്ടുമില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ്. അത് 2010, 2011, 19 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ശരിക്കും അന്ന് നാട്ടുകാർ പറഞ്ഞ തൊടുപ്പും തൊങ്കലും വെച്ചുള്ള കഥകൾക്കുള്ള തിരിച്ചടിയാണ് ഇന്ന് അരുൺരാജ് തിളങ്ങി നിൽക്കുന്ന സമയം എന്നുള്ളതാണ്. ഇത് എപ്പോഴും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മളെ തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അരുൺരാജിനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ നിലയിലേക്ക് എത്താൻ പറ്റിയത്. തീർച്ചയായിട്ടും അന്ന് ഈ വേദിയിൽ തന്നെ ഇരിക്കാൻ പറ്റിയ അതൊരു ഭാഗ്യം തന്നെയല്ലേ. അത് തന്നെ നമ്മൾ ശരിക്കും ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? ഇത് കഴിഞ്ഞാൽ വിക്രമിനെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അത് നടക്കുന്നു. ക്യാമറമാനാണ്, അതിനോടൊപ്പം സംവിധായകനാണ്. ശരിക്കും ക്യാമറ ബാക്കിൽ നിന്ന് ചെയ്യുന്നതും സംവിധാനം മുന്നിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടി എങ്ങനെ കൈകാര്യം ചെയ്തു പോകും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം. കാരണം നമുക്കൊരു ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ അറിയാം. കാരണം ക്യാമറയുടെ നോക്കുമ്പം അതിൽ കാണുന്നതും നമ്മൾ കണ്ണിൽ കാണുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന കാര്യങ്ങൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് വരച്ചെടുക്കുന്ന പോലെ എടുക്കാനാണ്. ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്ന കാഴ്ചകളെല്ലാം ഭാവനകൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എനിക്ക് നമ്മളിപ്പോൾ ഇവിടെ ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മളത് ആ ക്യാമറയിൽ എങ്ങനെ പകർത്താം? എനിക്കത് റിയലിസ്റ്റിക് ആയിട്ട് പകർത്തി എടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അതിനകത്തിലൊരു കൂടുതലും ലൈറ്റിങ് ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ ലൈറ്റിൽ തന്നെ ചെയ്യാൻ എനിക്ക് ആഗ്രഹം കൂടുതലും. എപ്പോഴും എനിക്കത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും പഠിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ അരുൺരാജിൻ്റെ ആ ഒരു അനുഭവം പറഞ്ഞല്ലോ, ആ ഹോട്ടൽ, അവിടെ നിന്നാണല്ലോ പുതിയ വഴി തെളിഞ്ഞത്. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോട്ടൽ പൂട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ബ്രാഞ്ചുണ്ട്. ആദ്യമേ തുടങ്ങിയ ആ ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ ഞാൻ പോകാറുണ്ട്. അതിൻ്റെ മാനേജറും അതിൻ്റെ ഹോട്ടൽ മുതലാളിയൊക്കെ ഭയങ്കര ഇതാണ്. അതിൻ്റെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അതൊക്കെ ഒരു ചരിത്ര സംഭവങ്ങളാണ്. ശരിക്കും വെള്ളം വാങ്ങിച്ചു കുടിച്ച ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒരു നിയോഗം എന്നൊക്കെ പറയാം. എന്താണ് ഈ അരുൺരാജിൻ്റെ ഒരു ഡ്രീം? ഇത് തന്നെയാണ്, സിനിമ തന്നെയാണ് ഏറ്റവും വലിയ ഡ്രീം. പിന്നെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന സ്കൂള് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ. കാരണം എന്നെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. കാരണം എന്നെക്കാളും കഴിവുള്ള കുട്ടികളുണ്ട് ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇതായിരിക്കും. കാരണം ഇപ്പം അസിസ്റ്റൻ്റ്, അസോസിയേറ്റ്, പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും വേണ്ടായിരുന്നു. ആരോടെന്ന് ചോദിച്ചാൽ അസിസ്റ്റൻ്റ്, അസോസിയേറ്റ് ഒക്കെ നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് നീ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്, നീ ആരുടെ കീഴിൽ ജോലി ചെയ്തതാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് കാരണം അത് എന്നെപ്പോലുള്ള യുവാക്കൾക്ക് അതൊരു പ്രചോദനമാകും ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ നൂതന സാങ്കേതിക വിദ്യയുടെ സമരസപ്പെടാത്ത വളർച്ചയിൽ നിൽക്കുമ്പോഴൊക്കെ ഗൂഗിളിലൂടെയൊക്കെയാണ് പലരും സ്വയം അഭ്യസിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു?
അങ്ങനെ ഞാൻ മൊബൈലൊക്കെ ഞാൻ പിന്നീടാണ് സാറേ മേടിക്കുന്നതൊക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലിൽ പണിതാൽ നമ്മൾ കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ചിട്ടാണ് നമ്മളെ പഠനം ഒക്കെ. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് യൂട്യൂബും ഒക്കെ വന്നിട്ട്. എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ കയറി വീഡിയോസും കാണാനൊക്കെ ഉണ്ട്. കാരണം ഈ സിനിമാറ്റോഗ്രാഫിയെ പറ്റി ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചത് സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളിത് ഈ ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒത്തിരി സിനിമാക്കാരെ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി വർക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു പാഠശാലയായിട്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല മാഡം, അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ മുഖേനയാണ് നമുക്ക്, വിനോദ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ മുഖേനയാണ് നമുക്ക് പല ആൾക്കാരും, കാരണം അല്ലെങ്കിൽ ഹോട്ടൽ പണിക്കാരനാണ്, അവനെ എങ്ങനെ സിനിമക്കാരനാക്കും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ടാകും. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വഴി അതാണ്, ആദ്യം എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിനക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പഠനത്തിലോട്ട് പോയത്. അങ്ങനെ പുള്ളി വഴി ഒരുപാട് അവസരം ഇഷ്ടം പോലെ. ഇപ്പം അതിൻ്റെ എൻ്റെ ഇപ്പം ലാസ്റ്റ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളിയാണ്. അദ്ദേഹം തന്നെയാണ്. ശരിക്കും ഈ അരുൺരാജ് പഠിച്ച സമയത്ത് സഹപാഠികൾ അവരുടെയൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാവരും നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പടത്തിൽ ഇപ്പം ഇത് കഴിഞ്ഞ അവിടെ തന്നെ എൻ്റെ ഫ്രണ്ടോട് പഠിച്ച ഫ്രണ്ടിൻ്റെ പടത്തിൽ ക്യാമറ ചെയ്യാൻ പോകുന്നത്. അത് വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് ചെയ്യുന്നത്. അതെല്ലാം കോൺട്രാക്ട് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരവധി പ്രോജക്റ്റുകൾ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ഭാവി കാര്യങ്ങളൊക്കെ തീരുമാനം? നേരത്തെ പറഞ്ഞു വിക്രം പ്രോജക്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ മഹാത്മയങ്ങളുടെ പടം ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അത് ഇറക്കണം തന്നെയാണ്. കാരണം അത് ചെയ്യുന്നതിന് കുറേ സ്ട്രഗിൾ ഉണ്ട് നമുക്ക് നേരിടുന്നത്. കാരണം 2024 അനൗൺസ് ചെയ്ത സിനിമയായിരുന്നു. കാരണം അതിന് നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഈ സിനിമ എങ്ങനെയും ഇറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് സ്കൂള് തുടങ്ങുന്നതിൻ്റെ കാര്യം, അതാണ് ഇപ്പം നിലയിൽ നിൽക്കുന്ന ഒരു ഡ്രീം. ഒരു യുവ സംവിധായകൻ്റെ ക്യാമറാമാൻ്റെ ഒരു ജീവചരിത്രം ഈ ഹ്രസ്വകാലയളവിലുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അരുൺരാജിൻ്റെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. കാലം അത് കാത്തുവച്ചിരിക്കുന്നത് പുതിയ സംരംഭങ്ങളാകട്ടെ, അത് വീണ്ടും സംവേദനക്ഷമമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.